Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷേഴ്സ് ടേക്കൺ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ എൻ്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വുമൺ എൻ്റർപ്രണർഷിപ്പ് എന്താണ്, അല്ലേ, വുമൺ എൻ്റർപ്രണേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വുമൺ എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ചില മെഷേഴ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലേ. ഏകദേശം 50% പോപ്പുലേഷൻ വുമൺ ആണെങ്കിൽ പോലും ആകെയുള്ള എൻ്റർപ്രൈസസിൻ്റെ 13 to 14% അല്ലെങ്കിൽ 15% ആ രീതിയിലാണ്. 15% വരെയൊക്കെയാണ് നമ്മൾ ടോട്ടൽ എൻ്റർപ്രൈസസ് ഉള്ളൂ. ക്ലിയർ. അപ്പോൾ ആകെ എൻ്റർപ്രൈസിൻ്റെ 15% മാത്രമേ പരമാവധി വുമൺ എൻ്റർപ്രണേഴ്സായിട്ട് വരുന്ന വുമൺ എൻ്റർപ്രൈസസ് ഉള്ളൂ എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെ women perform 11 trillion worth of unpaid invisible economic activity വേൾഡ് വൈഡ്. മിക്കവാറും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് ക്ലിയർ 11 trillion worth of വളരെ കൂടുതൽ $, ക്ലിയർ, 11 trillion $, അത്രയും വരുന്ന തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഇൻവിസിബിൾ എക്കണോമിക് കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുക. അതിന് പെയ്ഡൊന്നും കൊടുക്കുന്നില്ല, അതിന് പേയ്മെൻ്റ് ഒന്നും ഇല്ല. അതില്ലാതെ തന്നെ തരത്തിലുള്ള വർക്കാണ്, അല്ലേ. നമുക്ക് ഫാമിലി ലൈഫാണെങ്കിലും സോഷ്യൽ ലൈഫാണെങ്കിലും ഒക്കെ വുമൻസ് പെർഫോം ചെയ്യുന്ന ജോലിയുടെ നമ്മളൊരു എക്കണോമിക് കോൺട്രിബ്യൂഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ എമൗണ്ട് ആയിട്ട് അത് വരും. ഓക്കെ, പക്ഷേ എങ്കിലും അതിനൊന്നും എന്തും ഇല്ല, പേയ്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഇല്ലാതെയാണ് ഇത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് വുമൺ എൻ്റർപ്രൈസസ് അല്ലേ വർദ്ധിപ്പിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. വുമൻസിൻ്റെ എക്കണോമിക് ഇൻഡിപെൻഡൻസും എംപവർമെൻ്റ് ഒക്കെ കൊണ്ടുവരണം. അപ്പോൾ അതിന് എൻ്റർപ്രൈസസും ബിസിനസ്സൊക്കെയാണ് ഒരു ആൾട്ടർനേറ്റീവ്. അപ്പോൾ അതാണ് ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയണത്. അപ്പോൾ ഇതിനു വേണ്ടി ആവിഷ്കരിച്ചുള്ള കുറച്ച് മെഷേഴ്സാണ് ഇവിടെ പറയുന്നത്. സോ റിയലൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എൻ്റർപ്രണേഴ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ടേക്കൺ എ നമ്പർ ഓഫ് മെഷേഴ്സ് ടു അസിസ്റ്റ് ദം. ക്ലിയർ. So some of the important measures are outlined below. അപ്പോൾ ഇന്ത്യയിലുള്ള കുറച്ച് മെഷേഴ്സാണ്. നമ്പർ 1, so Federation of Indian Women Entrepreneurs. So it is called as FIWE. So FIWE എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ. 5V എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ. So came into existence as part of a decision taken by the 4th International Conference of Women Entrepreneurship held in December 1993, ക്ലിയർ, ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കോൺഫറൻസിൻ്റെ, ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ക്ലിയർ. സോ FIWE അസിസ്റ്റ് വുമൺ എൻ്റർപ്രണേഴ്സ് ഇൻ ദ ഫോളോയിങ് വേ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? 1, ഇറ്റ് പ്രൊവൈഡ്സ് ട്രെയിനിങ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. ക്ലിയർ. എക്സ്പോർട്ട് മാർക്കറ്റിംഗിൽ വുമൻസിന് ട്രെയിനിങ് കൊടുക്കുന്നു, ക്വാളിറ്റി കൺട്രോളിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നു, സ്റ്റാൻഡർഡൈസേഷനിൽ ട്രെയിനിങ് കൊടുക്കുന്നു, ലീഗൽ ഫോർമാലിറ്റീസ്, കംപ്ലയൻസ്, റൂൾസ്, റെഗുലേഷൻസ്, അതിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ക്ലിയർ. ഫോർ റണ്ണിങ്, സോ സ്റ്റാർട്ടിങ് ആൻഡ് റണ്ണിങ് സ്മോൾ, മീഡിയം, ക്ലിയർ, ആൻഡ് മൈക്രോ എൻ്റർപ്രൈസ്. സോ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ആക്സസ് ടു ലേറ്റസ്റ്റ് ടെക്നോളജി. വേൾഡ് ഓവറിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് വുമൺ എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിന് ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദെൻ ഇറ്റ് അസിസ്റ്റ് വുമൺ ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലിയർ. വെയർ ടു ഇൻവെസ്റ്റ് മണി, ക്ലിയർ, വെയർ ടു പുട്ട് അവർ പ്രീഷ്യസ് സോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഓർഗനൈസസ് ഇൻ്റർനാഷണൽ എക്സിബിഷൻസ്, ബയർ സെല്ലർ മീറ്റ്, സെമിനാർസ് ആൻഡ് സിമ്പോസിയ, so as to help the women entrepreneurs to get a greater exposure to regional and global business environment and opportunity. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റി, ഒരു ഇൻ്റർനാഷണൽ ക്ലിയർ ഒരു സാധ്യത, സ്കോപ്പ് ലഭിക്കുന്നതിന് വേണ്ടി എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെമിനാർ കണ്ടക്ട് ചെയ്യുക, വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുക, സിമ്പോസിയം കണ്ടക്ട് ചെയ്യുക, ക്ലിയർ, ബയർ മീറ്റ് അല്ലെങ്കിൽ സെല്ലർ മീറ്റ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ജോലികൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് FLO. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്, എങ്കിലും ജസ്റ്റ് പറഞ്ഞു. ക്ലിയർ. ഫെഡറേഷൻ ഓഫ് ലേഡീസ് ഓർഗനൈസേഷൻ, ഫിക്കിയുടെ
അല്ലേ? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കി എന്നാണ് നമ്മൾ അറിയപ്പെടുന്ന. ഫിക്കിയുടെ ഒരു വുമൻസ് വിങ് ആയിട്ടാണ് ഇത് വരുന്നത്. ക്ലിയർ? അതുകൊണ്ട് ഫിക്കി വുമൻസ് അല്ലെങ്കിൽ ലേഡീസ് അസോസിയേഷൻ അങ്ങനെയും പറയാറുണ്ട് ഇതിന്. ക്ലിയർ? സോ ഇറ്റ്സ് എ ഫെഡറേഷൻ ഓഫ് വുമൻ ഓർഗനൈസേഷൻസ്. ഓക്കെ, വുമൻ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അറിയപ്പെടുന്നു. ഫിക്കിയുടെ ഒരു സമാന്തര ബോഡി ആയിട്ടാണ് അത് അറിയപ്പെടുക. ഫിക്കി നമുക്കറിയാം അല്ലേ? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയൽ ബോഡിയാണ് അല്ലേ? അപ്പോൾ ആ ബോഡിയുടെ വുമൻ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു സബ് ബോഡി ആയിട്ടാണ് അത് വരുന്നത്. സോ ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 1983. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് FLO ഈസ് ടു പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ് ഇൻ വുമൻ. അപ്പോൾ അതുപോലെ തന്നെ FLO വർക്ക്സ് അറ്റ് 3 levels, 3 ലെവലായിട്ട് അത് പ്രവർത്തിക്കുന്നു. അറ്റ് ദി basic level, it conducts entrepreneurship development program for the women from the low income groups and socially marginalized section. Clear? അപ്പോൾ EDP കണ്ടക്ട് ചെയ്യാന്ന് അർത്ഥം. That these programs create awareness about the becoming entrepreneur. അല്ലെ? എന്തിന് എൻ്റർപ്രണേഴ്സ് ആവണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം, അവയർനെസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ദാറ്റ് ദി to provide vocational training and advance വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് അഡ്വാൻസ് ഓൺ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇതിലുള്ള EDP കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറ്റ് ദ മിഡിൽ ലെവൽ FLO holds workshop and seminars for women entrepreneurs who run a business organization. ഒരു മിഡിൽ ലെവൽ ഫംഗ്ഷൻ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പുകളും സെമിനാറുകളൊക്കെ നിലവിൽ അല്ലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്താണ് അവർക്ക് ആവശ്യം, ക്ലിയർ? അവർക്ക് ആവശ്യമുള്ള സ്കില്ല് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ്, സെമിനാർ, വർക്ക്ഷോപ്പിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? അറ്റ് ദ തേർഡ് ലെവൽ, ക്ലിയർ, ഹയസ്റ്റ് ആയിട്ടുള്ള ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് ലെവലായിട്ട് വേണമെങ്കിൽ അതിന് പറയാൻ പറ്റും. FLO കണ്ടക്ട്സ് അഡ്വാൻസ് പ്രോഗ്രാം ഓൺ റിസർച്ച്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ക്ലിയർ, കൺസ്യൂമർ റിസർച്ച്, അങ്ങനെയുള്ള ചില സ്പെസിഫിക് മേഖലകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ കൊടുക്കുക. ക്ലിയർ? നോളേജ് അല്ലെങ്കിൽ സ്കിൽസ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ലെവലിൻ്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ 3 ലെവലായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ കൺസോഷ്യം ഓഫ് ഇന്ത്യൻ വുമൺ എൻ്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ, CWE, അത് വേറൊരു കൺസോഷ്യമായിട്ട് വരുന്നതാണ്. സോ ദിസ് വാസ് സ്റ്റാർട്ടഡ് in the year 2000. It provides for the common platform of women entrepreneurs to find innovative techniques in areas of production, marketing, finance, ക്ലിയർ, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ടെക്നിക്സ്, മെത്തേഡ്സ്, ഡെവലപ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ വുമൺ എൻ്റർപ്രണേഴ്സിനിടയിൽ ഫെമിലിയാരിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് പ്ലാറ്റ്ഫോമായിട്ട് പ്രവർത്തിക്കുക, അതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. ദ കൺസോഷ്യം കൺസിസ്റ്റ് ഓഫ് NGOs, voluntary organizations, self-help groups, institutions and individual enterprises. ഇതെല്ലാം കൂടി ചേർന്നുള്ള കൺസോഷ്യമായിട്ടാണ് വരിക. സോ it takes up integrative activity linked with product development and manpower training. അല്ലെ? ഒരു ഇന്നോവേഷനോ ഒരു ഡെവലപ്മെൻറ്റോ അല്ലെ ഒക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ച് പ്രോഡക്റ്റും പ്രോസസ്സൊക്കെ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കും. ഇറ്റ് ആൾസോ ആക്ട് ആസ് എ intermediary between Indian entrepreneurs and across the agencies for exports. Clear? So ഇന്ത്യയിലുള്ള ഇന്ത്യൻ എൻ്റർപ്രണേഴ്സും അതുപോലെ തന്നെ വേൾഡ് ഓവറിലുള്ള എൻ്റർപ്രൈസസും, ക്ലിയർ, ഇവർ തമ്മിലുള്ളൊരു ഇൻ്റർലിങ്ക് ആയിട്ട്, ക്ലിയർ, ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നു എക്സ്പോർട്ടിൻ്റെ മാറ്റേഴ്സിലെല്ലാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഫോർ വുമൻ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയ. അതിന് DWCRA എന്നാണ് പറയുക. ക്ലിയർ? അപ്പോൾ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഈ സ്കീം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ദിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 1982-83 for organizing women in groups and providing opportunities for re-employment on sustainable area. Clear? Opportunities for employment in sustainable area. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബേസിസിൽ, ക്ലിയർ, വുമൻസിന് എന്ത് കൊടുക്കുന്നു? എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമായിട്ട് കൊണ്ടുവന്നതാണ്. ക്ലിയർ? അതിന് പേര് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻസ് ഇൻ റൂറൽ ഏരിയ, DWCRA എന്നാണ് പറയുക. അങ്ങനെ അതിൻ്റെ ഭാഗമായി കുറേയധികം സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? നമ്പർ 1, to promote self-employment in rural women by providing skill training. അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്ത്, നോളേജ് കൊടുത്ത്, ക്ലിയർ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുക. To organize beneficiaries in group activity wise
ഗ്രൂപ്പ് വൈസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി വൈസ് പ്രൊമോട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ സെൽഫ് റിലയൻസ്. അപ്പോൾ സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. Then to create avenues for the production of goods and services. Clear? Then to organize production enhancing programs in rural area. അതെല്ലാം ഇത് ചെയ്യുന്നു. ഓക്കെ, ഇനി ബാങ്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, വുമൺ എൻ്റർപ്രണേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് നിശ്ചിത ശതമാനം വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലിയർ? MSME സെക്ടറുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു നിശ്ചിത ശതമാനം വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാങ്കുകൾക്ക് ഒട്ടനവധി സ്കീമുകളുണ്ട്. ക്ലിയർ? അത് പല പേരിലായിരിക്കും അറിയപ്പെടുക. മേ ബി പ്രിയദർശിനി അല്ലെങ്കിൽ ക്ലിയർ അങ്ങനെയുള്ള ഏതെങ്കിലും സ്കീമുകളൊക്കെ വഴിയായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ? ഇത് അപ്പോൾ ഓരോ ബാങ്കിനും ഓരോ സ്കീമായിരിക്കും, ഓരോ പേരായിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ വുമൺ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയുള്ള സ്കീമായിരിക്കും. നബാർഡും അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു അപെക്സ് ബാങ്കാണ് നമുക്കറിയാം അല്ലേ. അപ്പം നബാർഡിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് നിശ്ചിത ശതമാനം വുമൺ എൻ്റർപ്രണേഴ്സിനാണ് പോവുക. ക്ലിയർ? അപ്പോൾ അത് നബാർഡിൻ്റെ ലോണൊക്കെ സാങ്ഷൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ അവരുടെ ആകെയുള്ള അസിസ്റ്റൻസിൻ്റെ ഒരു നിശ്ചിത ശതമാനം വരെ വുമൺ എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്നതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദെൻ വേറൊരു ഓർഗനൈസേഷനാണ് നാഷണൽ അലയൻസ് ഓഫ് യങ് എൻ്റർപ്രണേഴ്സ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, NAYE എന്ന് പറഞ്ഞു. ക്ലിയർ? സോ NAYE has been leading institution engaged in the promotion and development of entrepreneurship among women. Clear? So it set up a woman wing in 1975. അത് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്തത് യങ് എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ബോഡി ആയിട്ടാണ്. 1975 അതിൽ തന്നെ ഒരു വുമൺ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു ബോഡി, സബ് ബോഡി ക്രിയേറ്റ് ചെയ്തു. Then it convened a conference of women entrepreneurs in November 1975 and women's wing of NAYE assist the women entrepreneurs in എന്തിനൊക്കെയാണ് സഹായം കൊടുക്കുന്നത്? ഒന്ന്, getting better access to capital, infrastructure and market, അതിനുള്ള അഡ്വൈസ് ആൻഡ് കൺസൾട്ടൻസി ഒക്കെ കൊടുക്കും. ദെൻ ഐഡൻറ്റിഫൈങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ക്ലിയർ, അതിനുള്ള സഹായം കൊടുക്കുക. ഓർഗനൈസിങ് സെമിനാർ, വർക്ക്ഷോപ്സ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വുമൻ എൻ്റർപ്രൈസസ്. ഓക്കെ. Then developing managerial and productive capabilities among women. Clear? Then attending to problems by taking up individual cases with appropriate authorities. Individual cases ആണെങ്കിലും ലൈക്ക് ഗ്രൂപ്പായിട്ട് കുറേ ബിസിനസ്സിനെ ബാധിക്കുന്നതാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലോ അതോറിറ്റീസിൻ്റെ ശ്രദ്ധയിലോ ഒക്കെ കൊണ്ടുവരിക. ദെൻ സ്പോൺസറിങ് ഡെലഗേഷൻ, പാർട്ടിസിപ്പേഷൻ ക്രെഡിറ്റ് ഫെയേഴ്സ്, ഇൻ ട്രേഡ് ഫെയേഴ്സ്, ദെൻ എക്സിബിഷൻ, സ്പെഷ്യൽ കോൺഫറൻസ്, ഇങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ഇതൊക്കെയാണ് NAYE ചെയ്യും. ദെൻ നാഷണൽ പോളിസി ഓൺ വുമൺ എംപവർമെൻറ്റ്. ക്ലിയർ? വുമൺ എംപവർമെൻറ്റ് ഓഫ് വുമൺ ഇൻ 2001. ക്ലിയർ? ഒരു വുമൺ എംപവർമെൻറ്റിന് വേണ്ടി ഒരു നാഷണൽ പോളിസി ആവശ്യമാണെന്ന് തോന്നുകയും അതുപോലെ തന്നെ 4th വേൾഡ് കോൺഫറൻസ് ഓഫ് വുമൺ ഹെൽഡ് ഇൻ ബൈജിങ്, അതിൻ്റെയൊക്കെ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലും ക്ലിയർ ഒരു നാഷണൽ പോളിസി ഫോർ ദി എംപവർമെൻറ്റ് ഓഫ് വുമൺ 2001 എന്ന് പറഞ്ഞൊരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ? അതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് മെഷേഴ്സ്. ഇതിന് പുറമേ നമ്മൾ വേറെയും ചില മെഷേഴ്സ് പഠിച്ചു അല്ലേ. അത് ട്രൈസമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, മറ്റുള്ള കുറേ സ്കീംസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.